ഹലോ സ്റ്റുഡൻസ്, നെക്സ്റ്റ് സ്പാനിങ് സെറ്റിന് ഒരു എക്സാമ്പിളാണ്, ഒരു ജോമെട്രി യൂസ് ചെയ്തിട്ടുള്ള എക്സാമ്പിളാണ് പറയുന്നത്. ഓൾറെഡി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്ന ലൈൻസ് ഒക്കെ സബ് സ്പേസ് ഫോം ചെയ്യുന്നു എന്നൊക്കെ കണ്ടതാണ് അല്ലേ. അതുപോലെ തന്നെ ഇവിടെ സ്പാനിങ് സെറ്റിൻ്റെ കേസ് പറയുമ്പോൾ ഇപ്പോൾ ഒറിജിൻ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ടുള്ള രണ്ട് വെക്ടേഴ്സ് V1ഉം V2 ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ലൈൻ കംപ്ലീറ്റ് അതിൻ്റെ സ്പാനിങ്, ഈ ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്ന ലൈൻ അതിൻ്റെ സ്പാനായിട്ട് വരും. അതുപോലെ തന്നെ ഇവിടെയാണ് എങ്കിൽ രണ്ടെണ്ണം ഉണ്ട് എങ്കിൽ R3യുടെ കേസിൽ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്ന ആ രണ്ട് വെക്ടേഴ്സ് ലൈ ചെയ്യുന്ന ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്ന പ്ലെയിൻ ഉണ്ട്. ആ പ്ലെയിനാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ആ പ്ലെയിനാണ് അവിടുത്തെ സ്പാൻ ഓഫ് V1 ആൻഡ് V2 ആയിട്ട് വരിക. അപ്പോൾ ജസ്റ്റ് ജോമെട്രി ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അടുത്തത് സ്പാനിങ് സെറ്റ് ഓഫ് PN എന്ന് പറഞ്ഞാൽ പോളിനോമിയലാണ്. പോളിനോമിയൽ ഓഫ് ഡിഗ്രി N ആണ്. അതിൻ്റെ സ്പാനിങ് സെറ്റ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പോളിനോമിയൽസ് 1x, x2, etc. x⁻n സ്പാൻ ദ വെക്ടർ സ്പേസ് PN ഡിഫൈൻഡ് ഇൻ എക്സാമ്പിൾ 10. അതായത് പോളിനോമിയൽ സ്പേസ് ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. പോളിനോമിയൽസിൻ്റെ സ്പേസ് ആണ്. അതൊരു ഇമ്പോർട്ടൻ്റ് എക്സാമ്പിൾ ആണ് കേട്ടോ. അതൊന്ന് ഞാൻ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറയുമ്പോൾ അസൈൻമെൻറ്റ് തരുമ്പോൾ തരാം. പോളിനോമിയൽ വെക്ടർ സ്പേസ് അതിൻ്റെ വെക്ടർ സ്പേസ് ആണെന്ന് വെരിഫൈ ചെയ്യുന്നത് രണ്ട് ഓപ്പറേഷൻസ്, അഡീഷനും പോളിനോമിയൽ അഡീഷനും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും യൂസ് ചെയ്ത് അത് വെക്ടർ സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നത് നമുക്ക് എന്തായാലും ചെയ്യണം കേട്ടോ. അത് നമുക്ക് എക്സാമിന് ചോദിക്കാനുള്ള സാധ്യതയുള്ളതാണ്. അത് എക്സസൈസ് പ്രോബ്ലം തരുമ്പോൾ ഞാൻ തരാം. അപ്പോൾ അതിൽ ഇതാണ് പോളിനോമിയൽ, ഒരു nth ഡിഗ്രി പോളിനോമിയൽ ജനറൽ ഫോം ഇതാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ഇതൊക്കെ ഈ A0, A1, A2, A3 etc. Nകൾ കോഎഫിഷ്യൻസ് അല്ലെങ്കിൽ സ്കെയിലാർസ് ആയിട്ട് എടുത്താൽ പിന്നെ ഇവിടെ ബാക്കി ഉണ്ടാവുക, ഇവിടെ എന്താ ബാക്കി ഉണ്ടാവുക, ഇവിടെ 1 അല്ലേ. ഇവിടെ എന്താ ബാക്കി ഉണ്ടാവുക, എക്സ്. അടുത്ത ടൈമിൽ എന്താ ബാക്കി ഉണ്ടാവുക, x². അങ്ങനെ ലാസ്റ്റ് ടൈമിൽ x⁻n. അപ്പോൾ ഇത് ഈ പോളിനോമിയലിന് nth ഡിഗ്രി പോളിനോമിയലിനെ 1, x, x² etc. x⁻n ഇവരുടെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റില്ല. ഏത് nth ഡിഗ്രി പോളിനോമിയൽ എടുത്താലും അങ്ങനെ എഴുതാമല്ലോ. ഇനിയിപ്പോൾ nth ഡിഗ്രി അല്ലെങ്കിൽ അതിൻ്റെ താഴെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ ഇപ്പോൾ x⁻n ടേം ഈ കോഎഫിഷ്യൻറ്റ് 0 ആയിട്ട് എടുത്താൽ മതി. ഏത് ടൈമാണോ ഇല്ലാത്ത ആ ടൈമിൻ്റെ കോഎഫിഷ്യൻറ്റ് 0 ആയിട്ട് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ nth ഡിഗ്രി അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള ഡിഗ്രി ഏത് പോളിനോമിയൽ എടുത്താലും ഇവരുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് 1, x, x² etc. x⁻nകളുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ എന്തെഴുതാം, PNനെ, അതായത് PN എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n, അല്ലെങ്കിൽ വെക്ടർ സ്പേസ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. അതിന് നമുക്ക് സ്പാൻ ഓഫ് 1, x, x² etc. x⁻n എഴുതാം. ഇവരുടെ സ്പാൻ എന്ന് വെച്ചാൽ ഇവരുടെ എല്ലാ ലീനിയർ കോമ്പിനേഷൻസിൻ്റെയും കളക്ഷൻ അല്ലേ. സ്പാനിങ് സെറ്റ് എന്താണെന്ന് ഓൾറെഡി പറഞ്ഞു തന്നതാണ്. അടുത്തത് ലീനിയർ കോമ്പിനേഷൻസ് എന്താണെന്നാണ് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇത് പ്രോബ്ലമായിട്ട് ചോദിക്കാവുന്നതാണ് കേട്ടോ. പഠിക്കുക എല്ലാവരും. കൺസിഡർ ദ വെക്ടേഴ്സ് u ഈക്വൽ ടു 1, 2, -1. അപ്പോൾ R3ലാട്ടോ 3 എൻട്രിയിലേ വരുന്നത്. അതുപോലെ v ഈക്വൽ ടു 6, 4, 2 ഇൻ R3. Show that W equal to 9, 2, 7 is a linear combination of U and V, and that W dash equal to 4, -1, 8 is not a linear combination of U and V. ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ആദ്യത്തെ പ്രോബ്ലം ചെയ്യാം. W ഇവരുടെ രണ്ടുപേരുടെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പോൾ W ഈക്വൽ ടു K1, K1ഉം K2 രണ്ട് സ്കെയിലാർസ് എടുത്തു കഴിഞ്ഞാൽ W ഈക്വൽ ടു K1U + K2V എന്ന് എഴുതാൻ പറ്റണം അല്ലേ. എന്നുവെച്ചാൽ 9, 2, 7 ഈക്വൽ ടു K1 × 1, 2, -1 + K2 × 6, 4, 2 എന്ന് എഴുതാൻ പറ്റണം. അപ്പോൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തെടുക്കുമ്പോൾ ഇതിനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് കമ്പോണൻറ്റ് വൈസ് ആഡ് ചെയ്യുക. അപ്പോൾ K1 + 6K2, 2K1 + 4K2 -K1 + 2K2 എന്ന് കിട്ടും. ഇനി ഇതിനെ ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ഇപ്പുറത്തും 3 ഉണ്ട്, ഇപ്പുറത്തും 3 ഉണ്ട്. അപ്പോൾ x കോർഡിനേറ്റ് ഇക്വേറ്റ് ചെയ്യുക, y കോർഡിനേറ്റ് ഇക്വേറ്റ് ചെയ്യുക, z കോർഡിനേറ്റ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇതാ ഇങ്ങനെ 3 ഇക്വേഷൻസ് നമുക്ക് കിട്ടും അല്ലേ. ഇനി നമുക്ക് ഇത് ലീനിയർ കോമ്പിനേഷൻ ആണെങ്കിൽ നമുക്കിത് സോൾവ് ചെയ്ത് K1ഉം K2ഉം കണ്ടുപിടിക്കണം. K1ഉം K2ഉം കണ്ടുപിടിക്കാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ എങ്ങനെ വേണമെങ്കിലും സോൾവ് ചെയ്യാം. നമ്മളിപ്പോൾ തൽക്കാലം ഇത് ഗോസിയൻ എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് സോൾവ് ചെയ്തിരിക്കുന്നത്. അത് പക്ഷേ ഇവിടെ കാണിച്ചിട്ടില്ല എന്താണ് ചെയ്യുന്നത്, അതായത് എങ്ങനെ അത് സോൾവ് ചെയ്തു എന്നുള്ളത് കാണിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഇതിനെ എങ്ങനെ വേണമെങ്കിലും സോൾവ് ചെയ്യാം. ഇപ്പോൾ ഗോസിയൻ എലിമിനേഷൻ മെത്തേഡ് ഞാൻ യൂസ് ചെയ്യണമെന്നില്ല, നിങ്ങൾ ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്തൊക്കെ ചെയ്യാറില്ല. അതപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സോൾവ് ചെയ്യുക. 3 ഇക്വേഷൻസ് ഉണ്ട്,
2 വേരിയബിൾസും ഉള്ളൂ. എളുപ്പത്തിൽ നിങ്ങൾക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമോ? രണ്ടും കൂടി ഇപ്പോൾ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സബ്ട്രാക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് K2 കണ്ടുപിടിക്കാം അല്ലേ? കുറേ മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടില്ല ഇത് സോൾവ് ചെയ്യാനായിട്ട്. ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഈ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് ഒരേ കോഎഫിഷ്യൻറ്റ് വരുത്തി ഒരു ടേം സബ്ട്രാക്ട് ചെയ്ത് മറ്റേത് കണ്ടുപിടിച്ച് പിന്നെ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അടുത്തത് കണ്ടുപിടിക്കൽ. അപ്പോൾ ആ രീതിയിൽ ചെയ്താൽ മതി. അത് സിമ്പിൾ ആയതുകൊണ്ട് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ നോട്ടിൽ ചെയ്യുമ്പോൾ ഈ പ്രോബ്ലം അത് എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്യണം. സിമ്പിൾ ആയതുകൊണ്ടാണ് പറയാത്തത്. അത് നോട്ടിൽ അത് ചെയ്യണം കേട്ടോ. എന്നിട്ട് K1 ഉം K2 കണ്ടുപിടിക്കുക. കിട്ടുമ്പോൾ ഈ ഉത്തരം കിട്ടില്ലേ നോക്കുക. K1 = -3ഉം K2 = 2ഉം. അപ്പോൾ ആ ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കുക. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ നമുക്ക് കിട്ടി. എല്ലാ കോൺസ്റ്റൻസും 0 കിട്ടിക്കഴിഞ്ഞാൽ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിപ്പോയേനെ. ഇപ്പോൾ എല്ലാ K1 ഉം K2 എടുത്താൽ നോൺ സീറോ വാല്യൂസാണ് കിട്ടിയിരിക്കുന്നത്. എല്ലാം 0 ആണ് എങ്കിലാണ് നമുക്കതിന് എന്താ പറയുക, ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആകെ അത് മാത്രമേ ഉള്ളൂ എങ്കിൽ അപ്പോൾ ഇത് ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് പിന്നെ W അങ്ങനെ അത് കൊടുത്ത് എഴുതിയിട്ടുണ്ട്. അതുപോലെ അടുത്തത് W' പറ്റില്ല എന്ന് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ W' ഇതുപോലെ ആദ്യം എഴുതി നോക്കി. ഇതുപോലെയൊക്കെ തന്നെ അങ്ങോട്ട് ചെയ്ത് വന്നപ്പോൾ നമുക്ക് 3 ഇക്വേഷൻസ് അവിടെയും കിട്ടി. 3 ഇക്വേഷൻസ് ചെയ്ത് നോക്കിയപ്പോൾ ഇത് നിങ്ങൾ നോക്കിക്കോളൂ. എങ്ങനെ നിങ്ങളിത് സോൾവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും ഇത് നമുക്ക് സൊല്യൂഷൻ കിട്ടില്ല. K1ൻ്റെയും K2ൻ്റെയും കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. നിങ്ങൾ ഏത് രീതിയിൽ വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഇതിന് സൊല്യൂഷൻ കിട്ടില്ല. അപ്പോൾ ഇതൊരു സൊല്യൂഷൻ ഇല്ലാത്തൊരു സിസ്റ്റം ഓഫ് ഇക്വേഷനാണ്. ഇൻകൺസിസ്റ്റൻറ്റ് സിസ്റ്റം എന്ന് പറയാം. നമ്മൾ പറഞ്ഞിട്ടില്ലേ, സൊല്യൂഷൻ ഇല്ലാത്തതിന് നമ്മൾ ഇൻകൺസിസ്റ്റൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതെങ്ങനെ ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഇത് എന്തല്ല ലീനിയർ കോമ്പിനേഷനാക്കി എഴുതാനായിട്ട് പറ്റില്ല. അവരുടെ ലീനിയർ കോമ്പിനേഷനാക്കി എഴുതാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ സൊല്യൂഷൻ കിട്ടിയത് കൊണ്ട് അത് ലീനിയർ കോമ്പിനേഷനാക്കി എഴുതാൻ പറ്റും. ഇവിടെ സൊല്യൂഷൻ കിട്ടാത്തത് കൊണ്ട് ലീനിയർ കോമ്പിനേഷനാക്കി എഴുതാൻ പറ്റില്ല. ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ എക്സാമിന്. അടുത്തത് ടെസ്റ്റിംഗ് ഫോർ സ്പാനിങ്. സ്പാൻ ചെയ്യുമോ എന്ന് നോക്കുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെയും പ്രോബ്ലം ചെയ്ത് നോക്കാം. ഡിറ്റർമിൻ വെദർ ദ വെക്ടേഴ്സ് V1 = 1 1 2, V2 = 1 0 1 and V3 = 2 1 3 span the vector space R3. അപ്പോൾ R3നെ സ്പാൻ ചെയ്യുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. മൊത്തം R3നെ, അതായത് എല്ലാ 3 ട്യൂപ്പിൾസിൻ്റെയും കളക്ഷനെയാണ് അത് സ്പാൻ ചെയ്യേണ്ടത്. അപ്പോൾ R3-ലുള്ളൊരു വെക്ടറിനെ, ഏതൊരു വെക്ടറിനെ നമുക്കൊരു 3 ട്യൂപ്പിൾ ആക്കിയിട്ട് B എന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ B1 B2 B3 എന്ന് എടുക്കാം. ഒരു ജസ്റ്റ് ഒരു റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഒരു B എന്നുള്ള ലെറ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊരു 3 ട്യൂപ്പിളിന് നമുക്ക് B1 B2 B3 എന്ന് എടുക്കാം. ഇനി R3 നമുക്കതിനെന്ത് ചെയ്യണം, ഇവരുടെ 3 പേരുടെ സ്പാനാക്കി എഴുതാൻ പറ്റുമോ എന്ന് അറിയണം. സ്പാനാക്കി എഴുതാൻ പറ്റണമെങ്കിൽ എന്ത് വേണം, ഇവരുടെ ലീനിയർ കോമ്പിനേഷനാക്കി എഴുതാൻ പറ്റണം അല്ലേ? സ്പാനാക്കി എഴുതാൻ പറ്റുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ലീനിയർ കോമ്പിനേഷനാക്കി എഴുതാൻ പറ്റുകയെന്ന് തന്നെയാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇവിടെ ലീനിയർ കോമ്പിനേഷനാക്കി എഴുതുമ്പോൾ B = K1 V1 + K2 V2 + K3 V3 എന്ന് എഴുതാനായിട്ട് പറ്റണം. അതായത് B1 B2 B3 = K1 × 1 1 2 + K2 × 1 0 1 + K3 × 2 1 3 ആ ഫോമിൽ എഴുതാനായിട്ട് പറ്റണം. അപ്പോൾ ആ ഫോമിൽ എഴുതാൻ പറ്റണമെങ്കിൽ K1-നെയും K2-നെയും K3-നെയും കണ്ടുപിടിച്ചാൽ മാത്രമാണ് അത് ആ ഫോമിൽ എഴുതാൻ പറ്റും, ലീനിയർ കോമ്പിനേഷനാക്കി എഴുതാൻ പറ്റും എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ തൊട്ട് മുമ്പ് കണ്ടതാണ് അല്ലേ? അപ്പോൾ അതിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 3 ഇക്വേഷൻസ് കിട്ടും. K1 + K2 + 2K3 = B1, K1 + K3 = B2, 2K1 + K2 + 3K3 = B3. അപ്പോൾ ഇതാണ് നമുക്ക് വരുന്ന സൊല്യൂഷൻ സിസ്റ്റം ഓഫ് ഇക്വേഷൻ. ഇനി ഈ സിസ്റ്റം ഓഫ് ഇക്വേഷനെ സോൾവ് ചെയ്തിട്ട്, അതായത് ഇവിടെ നമുക്കിപ്പോൾ വാല്യൂസ് നമ്പേഴ്സ് അല്ലാത്തതുകൊണ്ട് സോൾവ് ചെയ്യാനായിട്ട് നമ്പേഴ്സ് ഉള്ളതിന് നിങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെ സോൾവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇവിടെ അപ്പോൾ ഈ രീതിയിലും ചെയ്യാട്ടോ. ഇത് രണ്ടാമത്തെ ഒരു മെത്തേഡാണ്. സിസ്റ്റം ഓഫ് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യാൻ ഇഷ്ടം പോലെ മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലിവിടെ യൂസ് ചെയ്യുന്നത് നമുക്കറിയാം, ഇത്തരത്തിലൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഉണ്ട് എങ്കിൽ അതിൻ്റെ അതായത് മെട്രിക്സ് ഇക്വേഷൻ വെച്ചുകൊണ്ട് സോൾവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സൊല്യൂഷനായിട്ട് നമുക്ക് കിട്ടുക A ഇൻവേഴ്സ് B ആണ് സൊല്യൂഷൻ വരിക അല്ലേ? AX = B എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ A ഇൻവേഴ്സ് B ആണ് അതിൻ്റെ സൊല്യൂഷൻ. X = A ഇൻവേഴ്സ് B ആണ് അതിൻ്റെ സൊല്യൂഷനായിട്ട് നമ്മൾ പറയാറ് അല്ലേ? A എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോഎഫിഷ്യൻ മെട്രിക്സ് ആണ്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് കോഎഫിഷ്യൻ മെട്രിക്സ് എഴുതുമ്പോൾ എന്താ വരിക? കോഎഫിഷ്യൻ മെട്രിക്സ് എഴുതുമ്പോൾ A = 1 1 2 1 0 1
2 1 3 എന്നാണ് വരിക അല്ലേ കോഎഫിഷ്യന്റ് മെട്രിക്സ്. ഇനി പറയുന്നത് ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഡിറ്റർമിനൻ്റ് എ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും ഡിറ്റർമിനൻ്റ് എ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. കാരണം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ഡിറ്റർമിനൻ്റ് എ നോട്ട് ഈക്വൽ ടു 0 ആയാലാണ് എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്താലാണ് ഇതിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം, എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം ഇതിനൊരു യുണീക്ക് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ. അപ്പോൾ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ഫൈൻഡ് ചെയ്യാം കേട്ടോ. ഡിറ്റർമിനൻ്റ് ഇവിടെ ഫൈൻഡ് ചെയ്തിട്ടില്ല, അതിൻ്റെ വാല്യൂ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ സ്റ്റെപ്പിൽ ഈ ഒരു പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ഫൈൻഡ് ചെയ്യാനുള്ളത് ഹോംവർക്ക് ഡ്യൂട്ടിയാണ്, നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ അത് നിങ്ങൾ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ഫൈൻഡ് ചെയ്യാൻ എങ്ങനെ ഡിറ്റർമിനൻ്റ് ഫൈൻഡ് ചെയ്യാമെന്നൊക്കെ പഠിപ്പിച്ചെന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് ഡിറ്റർമിനൻ്റ് എ ഈക്വൽ ടു 0 എന്നാണ് കിട്ടുക. അത് കണ്ടുപിടിച്ച് നോക്കണം കേട്ടോ. ഡിറ്റർമിനൻ്റ് എ ഈക്വൽ ടു 0 ആയതുകൊണ്ട് നോൺ സീറോ വാല്യൂ കിട്ടണം, എന്നാൽ മാത്രമാണ് ഇത് സ്പാൻ ചെയ്യുന്നു. അതുപോലെ ഇതിന് K1-നും K2-നും K3-ക്കും സൊല്യൂഷൻ ഉണ്ട് എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഡിറ്റർമിനൻ്റ് എ 0 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, V1 V2 V3 ഡു നോട്ട് സ്പാൻ R3 എന്ന് പറയാൻ പറ്റും. അപ്പോൾ 2 ടൈപ്പ് പ്രോബ്ലമാണ് ഈ സെക്ഷനിൽ പഠിച്ചത്. ഒന്ന് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന പ്രോബ്ലം, 2 സ്പാൻ ചെയ്യുന്നോ എന്ന് ചെക്ക് ചെയ്യുന്ന പ്രോബ്ലം. രണ്ടും ഏകദേശം ഒരുപോലെ വരുന്നതാണ്. K1 കോഎഫിഷ്യൻസ് എടുത്ത് ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതുക. ആ കോഎഫിഷ്യൻസിനെ കണ്ടുപിടിക്കാൻ പറ്റണം. സോൾവ് ചെയ്തിട്ട് കിട്ടുന്ന ഇക്വേഷൻസിനെ, സിസ്റ്റം ഓഫ് ഇക്വേഷൻസിനെ സോൾവ് ചെയ്തിട്ട് ആ കോഎഫിഷ്യൻസിനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റണം. ആ കോഎഫിഷ്യൻസിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ അതിന് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നോ അല്ലെങ്കിൽ സ്പാൻ ചെയ്യുന്നു എന്നോ പറയാൻ പറ്റും. സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ സ്പാൻ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ല എന്ന് പറയേണ്ടി വരും. അതിലിപ്പോൾ 2-3 രീതിയിൽ ചെയ്യാം. അതിലൊരു രീതിയിൽ നമ്മൾ ചെയ്തത് നമുക്ക് സാധാരണ അറിയുന്ന പോലെ സോൾവ് ചെയ്തിട്ട് കോഎഫിഷ്യൻസിനെ കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്തത്. അതല്ല എങ്കിൽ ഇപ്പോൾ ഇതിൽ പറഞ്ഞ പോലെ ഡിറ്റർമിനൻ്റ് യൂസ് ചെയ്തിട്ട് ഡിറ്റർമിനൻ്റ് നോട്ട് ഈക്വൽ ടു 0 ആണോ ഈക്വൽ ടു 0 ആണോ എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ, അതായത് കോഎഫിഷ്യന്റ് മെട്രിക്സ് എഴുതി അതിൻ്റെ ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താണ്, സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യില്ല, നോട്ട് കൺസിസ്റ്റൻറ്റ് എന്ന് പറയേണ്ടി വരും. അതുപോലെ നോട്ട് ഈക്വൽ ടു 0 ആണ് എങ്കിൽ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും, അതുകൊണ്ട് അവിടെ സൊല്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. സൊല്യൂഷൻ കണ്ടുപിടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് അറിഞ്ഞാൽ മതിയല്ലോ. സ്പാൻ ചെയ്യോ അല്ലെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് അറിയാനായിട്ട് സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിഞ്ഞാൽ മതി. കണ്ടുപിടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിഞ്ഞാൽ മതി. അപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാനായിട്ട് ഡിറ്റർമിനൻ്റ് ചെക്ക് ചെയ്യുക. ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യില്ല, അപ്പോൾ സ്പാൻ ചെയ്യില്ല എന്ന് പറയേണ്ടി വരും. നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ സൊല്യൂഷൻ എന്തായാലും ഉണ്ടാവും. അപ്പോൾ സൊല്യൂഷൻ കണ്ടുപിടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, സ്പാൻ ചെയ്യും എന്നങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. അപ്പോൾ ആ 2 മാർഗങ്ങളും മനസ്സിൽ ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്തതൊരു തിയറം ആണ്. അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ പറയാം.